ക്വസ്റ്റ്യൻ ആണ് നോക്കാം. സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ഫംഗ്ഷൻ f defined from 0 to infinity to set of all real numbers given by f of x is equal to root x log x minus x plus 1. Which of the following statement is true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The derivative of f is decreasing. The function has a f as local maxima, local minima, neither a point of local maxima nor a point of local minima in the interval 0 to infinity ഒക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാല് റൂട്ട് എക്സിന് സം ടി എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണെന്നറിയോ, ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 2 ലോഗ് ടി, കാരണം ലോഗരിതം ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ലോഗ് ടി സ്ക്വയർ ആണ്, മൈനസ് എക്സ് എന്ന് പറഞ്ഞ സാധനം ടി സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ ജി ഡാഷ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിക്കാം. ജി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുമ്പോൾ 2 ഇൻറ്റു ടി ഇൻറ്റു 1/t പ്ലസ് ലോഗ് ടി മൈനസ് 2t എന്ന് കിട്ടും. സോ ദിസ് ഇസ് 2 ഇൻറ്റു 1 പ്ലസ് ലോഗ് ടി മൈനസ് ടി എന്ന് വരും. ഇതാണ് നമ്മുടെ ജി ഡാഷ് ഓഫ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മോണോട്ടോണിസിറ്റി ബിഹേവിയർ എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ റൂട്ട് എക്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനും തന്നിരിക്കുന്നത് എന്താണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ജിന്റെ ബിഹേവിയർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ജി ഡാഷ് കിട്ടിയിരിക്കുന്ന സാധനം നോക്കുക. ജി ഡാഷ് നമുക്ക് കിട്ടിയിരിക്കണം എന്താ വെച്ചാൽ 2 ടൈംസ് 1 പ്ലസ് ലോഗ് ടി മൈനസ് ടി. ഇനി ഇതിന്റെ കമ്പാരിസൺ അറിയണമെങ്കിൽ നമുക്കറിയാം ലോഗ് ടി എന്ന് പറഞ്ഞ സാധനം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി മൈനസ് 1 ആണ്. അപ്പൊ ഈ കാര്യം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ടി മൈനസ് ടി പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ജസ്റ്റ് നോക്കിയാൽ മതി, ആ കർവും മറ്റേതും ടാൻജൻഷ്യൽ ആയിട്ടാവും വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ഐഡിയ ആണ്, ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവിടെ ജി ഡാഷ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ടി ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ് 0 ആവുക. ഒരൊറ്റ പോയിന്റ് മാത്രം 0 ആവും, ബാക്കിയുള്ളടത്തൊക്കെ സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. അതുകൊണ്ട് എഫ് എന്താണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. അപ്പൊ നെയ്തർ എ പോയിന്റ് ഓഫ് മിനിമം ഓർ മാക്സിമം ആണ് കറക്റ്റ് ഉത്തരം വരിക. ഓഫ് കോഴ്സ് എ ഡബിൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ നമുക്കറിയാം ഇതിന് വളരെ എളുപ്പത്തിൽ എന്താണ് സിംഗിൾ ആൻസർ കറക്റ്റ് ആണ്. ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ.